നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 അതുപോലെ തന്നെ 14/2023 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുപോലെ തന്നെ അറ്റൻഡർ ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ കൂടിയാണ് ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം എഴുതുന്നവർക്കും അതേപോലെ ലാബേഴ്സിൻ്റെ പ്രിലിംസ് എഴുതുന്നവർക്കും LDC എക്സാമിന് തയ്യാറെടുക്കുന്നു മറ്റ് PSC എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആവർത്തന ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, അതിൽ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആയിരുന്നു. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതാണെന്ത്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്, ശരിയില്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയില്ലാത്ത പ്രസ്താവന. അപ്പോൾ ശരി ചോദിക്കുക. ശരി നമുക്ക് എന്തെഴുതാം? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോഴത് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് നമുക്കറിയാം. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചെന്നുള്ളതും അതിൻ്റെ ശരിയായ ഉത്തരങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ആദ്യകാല സമരങ്ങൾ. ആദ്യകാല സമരം ഖേദാ സമരവും ചമ്പാരൻ സമരം അല്ലേ? 1917 ചമ്പാരൻ സമരം അല്ലേ? പിന്നെ ഖേദാ സമരം വരുന്നുണ്ട്. ചമ്പാരൻ സമരം ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം അംഗമല്ലാതിരുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, ഇവ 2ഉമാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഇവരിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സൈനിക സഹായ വ്യവസ്ഥയെ ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയെ ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ 1798 നടപ്പിലാക്കുന്നത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തിന് നിർത്തണം. ഇത് 2ഉമാണ് സൈനിക സഹായ വ്യവസ്ഥയെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ബന്ധപ്പെടാതെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം അതുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം അതായത് ഓപ്ഷൻ സി ആൻസർ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട് ചേർത്ത് പറയാവുന്ന പ്രസ്ഥാനങ്ങൾ. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഖിലാഫത്ത് പ്രസ്ഥാനം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചേക്കുന്നത്? ആൻസർ അയർലൻഡ്. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് നിർദ്ദേശ തത്വങ്ങൾ നമുക്ക് ഓർത്തിന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആദ്യ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഇന്ത്യയിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ്. ഓപ്ഷൻ ബി മണിപ്പൂരാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്?
ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ പാർലമെൻറ്റിനാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അടുത്തത്, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിൽ വൈക്കം ടി കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പനും ഒന്ന് വ്യക്തമായി ഓർത്തിരിക്കുക. ഓക്കെ, ശരിയല്ലാത്ത പ്രസ്താവന 2 മാത്രമാണ് നമുക്കിവിടെ ശരിയല്ലാത്ത പ്രസ്താവന. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവയൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ. വേദാധികാര നിരൂപണം, അതുപോലെ ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, ആദിഭാഷ ആരാണത്? ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് വൺ, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. 1ഉം 2ഉം 4ഉം. ഇത് കോവിലകത്തും വാതുക്കൽ അദ്ദേഹം ബന്ധപ്പെട്ടതാണ്. 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു. 4 കൂടൽ മാണിക്യം ക്ഷേത്രം പുതുക്കിപ്പണിതു. അല്ലേ, 3 ഓർക്കാം. കോവിലകത്തും വാതുക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇത് 3 ആരാണ്? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ശക്തൻ തമ്പുരാന് കോവിലകത്തും വാതുക്കൽ തൃശ്ശൂർ പൂരം കൂടൽ മാണിക്യം ക്ഷേത്രം പുതുക്കിപ്പണിതു. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അടുത്തത്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ 4 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവനകൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രം. അപ്പോൾ ഇതൊന്ന് നോക്കാം. ആദ്യത്തെ സംഘടിത കലാപം 1821 ആറ്റിങ്ങൽ കലാപം. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. സംഘടിത കലാപം 1821 ആറ്റിങ്ങൽ കലാപം. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഓക്കെ, നമ്മുടെ ആൻസർ എന്താ? ഇവിടുത്തെ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 4-മത്തതാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തതെന്നുള്ളതാണ് യോജിക്കാത്ത പ്രസ്താവന. ഓക്കെ, ഇനി 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ആൻസർ ഫ്രാൻസാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി ജില്ല. ജലവൈദ്യുതി പദ്ധതികൾ ഇടുക്കി ജില്ല കൂടുതലുണ്ട്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകൾ ഉൾപ്പെടുത്താത്തത് ഏതാണ്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ബാർലിയാണ്. ഓക്കെ, ഇത് 3ഉം ഖാരിഫ് വിളയാണ്. ബാർലിയാണ് ഉൾപ്പെടാത്തത്. ഇനി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17. കുടുംബശ്രീ എന്നാണ് അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. 98 മെയ് 17. കുടുംബശ്രീ അടൽ ബിഹാരി വാജ്പേയി 98 മെയ് 17. കുടുംബശ്രീ. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ആദ്യത്തെ പുസ്തക ഗ്രാമം ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പെരുംകുളമാണ്. പെരുംകുളം. ഇനി, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും
ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 101 ഭേദഗതി. 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗ്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നോക്കാം. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ശരിയായത് അല്ലേ? അപ്പോൾ എല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ. പ്ലാനിംഗ് കമ്മീഷനിൽ വന്നത് 50 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? PC മഹൽനോബിസ്. ഓക്കെ. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്ന എന്നാണ്? 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹൽനോബിസ്. ഓക്കെ. നെക്സ്റ്റ്, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? ഏറ്റവും അനുയോജ്യം ഏതാണ്? പരുത്തി, കരിമ്പിന് അനുയോജ്യം ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കറുത്ത മണ്ണാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണിൽ നിന്നാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യ ഓർക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തന്നെ ഓർത്തിരിക്കണം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാൾ കണ്ടൽ വനം ഓർത്തിരിക്കുക. അതുപോലെ കടുവകളും എവിടെയാണ്? കണ്ടൽ വനങ്ങളാണ്. അവരുടെ ആവാസ കേന്ദ്രങ്ങൾ അവിടെയാണ്. ഇനി, ഭ്രംശ് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി പടിഞ്ഞാറേക്കൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് നർമ്മദയാണ് ഒഴുകുന്നത്. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗംഗയും ബ്രഹ്മപുത്രയുമാണ് സുന്ദരവനം ഡെൽറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ബിസിനസ് ജെറ്റ് ടെർമിനൽ ഇന്ത്യയിലെ ആദ്യത്തെ എവിടെയാണ് സ്ഥാപിതമായത്? ഇവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആസാമാണ്. ആസാമാണ്. ആസാം മിഷൻ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല കേരളത്തിലെയാണെന്ന് പറയുമ്പോൾ മലപ്പുറമാണ്. അത് മലപ്പുറമാണ്. അടുത്തത്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഏതാണ്? NH 744. NH 744 ആര്യങ്കാവ് ചുരം. 744 ആര്യങ്കാവ് ചുരം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാടാണ്. ഓർത്തിരുന്നോളൂ, വയനാടാണ്. നെക്സ്റ്റ്, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? നൂറനാടാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. തീരദേശമുള്ളത് കണ്ണൂരാണ്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വെള്ളായണി കായൽ. അയ്യങ്കാളി ട്രോഫി വെള്ളായണി കായൽ.
കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് എവിടെയാണ് വന്നിട്ടുള്ളത്? ആൻസർ എന്താണ്? മേപ്പാടിയാണ്. ഓർത്ത് വെച്ചേക്കാം. മേപ്പാടി എവിടെയാണ്? വയനാടാണ്. ദീർഘദൂര റേഡിയോ വിക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയറാണ്. ദീർഘദൂര റേഡിയോ വിക്ഷേപണം അയണോസ്ഫിയറാണ്. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വിത്തും കൈക്കോട്ടും അല്ലേ? കേട്ടു, വിത്തും കൈക്കോട്ടും. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് കുട്ടികൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ശിശു ആധാർ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. അടുത്തത് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്താണ്? പ്രഗതി മൈതാനത്തിൽ തുടക്കം കുറിച്ച സംഭവം എന്തായിരുന്നു ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. 5G സേവനങ്ങൾക്ക് തുടക്കം ഉണ്ടാക്കി പ്രധാനമന്ത്രി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പ്രചന്താണ്. പ്രചന്ത്. ഹാൾ പ്രചന്ത് എന്നും കൂടി അങ്ങനെ വെച്ച് ഓർക്കുക. ഹാൾ പ്രചന്ത്. നെക്സ്റ്റ്, വിദ്യാഭ്യാസ ചാനലിലെ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന കാർഷിക പരിപാടി. വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന കാർഷിക പരിപാടി ഏതാണ്? നൂറുമേനിയാണ്. വിറ്റമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ നമുക്കിവിടെ 1ഉം 2ഉം ശരിയാണ്. വിറ്റമിൻ എ രാസനാമം റെറ്റിനോളാണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യൻ എന്തുണ്ടാക്കും? നിശാന്തത ഉണ്ടാക്കുന്നു അല്ലേ? റെറ്റിനോളും നിശാന്തതയും വിറ്റമിൻ എയുമായി കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പീസ്. അതെവിടെ കാണുന്നു? ചെവിയിൽ. മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ്. അത് ഏറ്റവും ചെറുത് ഏതാണ്? സ്റ്റേപ്പീസ്. നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും ചെറിയ അസ്ഥിയും സ്റ്റേപ്പീസാണ്. ചെവിക്കകത്ത് കാണുന്ന, നമ്മുടെ ഉള്ളിൽ കാണുന്ന ആന്തരഖണ്ഡത്തിൽ അല്ലേ കാണപ്പെടുന്ന അസ്ഥിയാണിത്, സ്റ്റേപ്പീസ്. ഓക്കെ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യരുടെ ഭാഗം വൃക്ക. നെഫ്രൈറ്റിസ് വൃക്ക, കിഡ്നി. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാന്തേ പേബോ. വൈദ്യശാസ്ത്രം സാന്തേ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശാണ്. സമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പിണ്ഡമാണ് സമീകരിക്കപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. എവിടെ? ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വൺ, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര് എന്ന് പറയുമ്പോൾ ഏതാണ്? സിന്നബാർ. ഓക്കെ, ഇവിടെ ദ്രാവകാവസ്ഥ ഒന്നുണ്ട്, ഓർത്തിരിക്കുക. മെർക്കുറിയുടെ അയിര്, സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? എന്താണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ
തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൂടുന്നു. ഏത് പദാർത്ഥത്തിൻ്റെയും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നതിൽ ഏത് ഗുണമാണത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആദിത്യ L1 സൂര്യൻ. കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞെടുക്കുന്ന സമയം എത്രയാണ്? 8. എത്ര ദിവസം? 8 ദിവസം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥി കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധി. തരത്തിരിക്കുന്നവയിൽ ഒന്നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കാം. വിസർജനാവയവം ഏതാണ് ഇവിടെ നിന്നുള്ളതിൽ? വൃക്കയാണ് വിസർജനാവയവം അല്ലേ? മൂത്രം അരിച്ചു മാറ്റുന്നു. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യൻ. 2 ഓർക്കിൾസും 2 വെൻട്രിക്കിൾസുമുള്ള ജീവി അല്ലേ? കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബി ഇല്ലേ? ബാക്കി കൊഴുപ്പിൽ ലഭിക്കുന്ന ഏതൊക്കെയാണ്? അടക്ക്, ADEK അടക്കാണ്. ബാക്കി ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്നവ. ബി കോംപ്ലക്സും സിയും വരുന്നത് ജലത്തിൽ ലയിക്കുക. അടക്കെന്ന് പറയുമ്പോൾ അത് കൊഴുപ്പിൽ ലയിക്കുന്നവ. നെക്സ്റ്റ് വൺ, മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? താലോലം. താഴെ കേട്ടോ, താലോലം. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഇവിടെ ഏതാണ്? ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമായ രോഗകാരി ആരാണ്? ജലദോഷം വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമല്ലോ. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ആരാണ്? ബാക്ടീരിയ. വിബ്രിയോ കോളറി എന്ന ബാക്ടീരിയ. തന്നിരിക്കുന്നതിൽ അഭാജ്യസംഖ്യ ഏതാണ്? അഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ 2 ആണ്. നെക്സ്റ്റ് വൺ ഒന്നുകൂടി ഇല്ല. 1, 3, 3 1 6 3 6 എത്ര 12 ഒന്നുകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ്, 38 എണ്ണം. ഒരു സംഖ്യയോട് അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 60. ഈ 3 ഉള്ളൂ എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ 14 14 ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ വരുമെന്ന എക്സാമിനും പ്രയോജനപ്പെടും. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 70% ഉൽപ്പാദനം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഓപ്ഷൻ സി ആണ്, 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, ബുഷ്മൻ ആൻഡ് ട്വാർക്ക്. ഉഷ്ണമരുഭൂമി, ബുഷ്മൻ ആൻഡ് ട്വാർക്ക്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ആൻസർ എന്താണ്? പൂർവ്വ 400 എന്നാണ് വരിക. ഇത് നമ്മുടെ 10th ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയുള്ള ഒരു കണ്ടൻറ്റാണിത്. ആൻസർ പൂർവ്വ 400 ആണ്. ഓക്കെ. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ആൻസർ എന്താണ്? മൂലധനമെന്നാണ്. ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്,
കിലിയൻ എംബപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം. ആൻസർ ഓപ്ഷൻ എ ആണ് ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിൽക്കുന്ന സർവകലാശാല ഏതാണ്? സ്പെയിനിൽ നിലനിന്നിരുന്ന മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ആൻസർ എന്താ വരിക? പാർമയാണ്. ഓപ്ഷൻ ബി പാർമയാണ്. നെക്സ്റ്റ്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റാണ്. മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി. ഓപ്ഷൻ എ 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവ. അടുത്തത്, കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇവയിൽ ഏതാണ്? പഞ്ചസാര വ്യവസായം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം അല്ലേ? ഹിഷി ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? ആൻസർ കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവന. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് നിർവഹിക്കുന്നത്. അടുത്തത്, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ്? ആൻസർ 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986. ജലഗതാഗതം 86. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിള സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആര്യമഹിള സ്ഥാപിച്ചത് അറിയാമല്ലോ, ആരാണത്? പണ്ഡിത് രമാബായി ആണ് ആര്യമഹിള. പണ്ഡിത് രമാബായി. നെക്സ്റ്റ്, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? അഹമ്മദാബാദ് സത്യാഗ്രഹം. ഫസ്റ്റ് അത് തന്നെ, സത്യാഗ്രഹം അല്ലേ, നിരാഹാര സത്യാഗ്രഹം അതായിരുന്നു കേട്ടോ. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി നടത്തിയ എന്താണ്? അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓക്കെ. ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? കൈസറെ ഹിന്ദ് ബഹുമതി തിരിച്ചു കൊടുത്തു. ഏത് സംഭവത്തിനെതിരെ പ്രതിഷേധിച്ചാണ് അത് തിരിച്ചു കൊടുത്തത്? ആൻസർ ഓപ്ഷൻ ബി, ജാലിയൻവാലാബാഗ് സംഭവം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. നാഗന്മാർ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗൈഡ് ലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര 2 ചൗര അപ്പോൾ 22. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് എന്ന് വെച്ച് ലാഹോർ സമ്മേളനം. നെക്സ്റ്റ്, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ആരാണ്? വിനോബ ഭാവെ അല്ലേ? വിനോബ ഭാവെയാണ് ഫസ്റ്റ് എടുക്കുക. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫലി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന
സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? CK ലക്ഷ്മൺ. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 3863 ചതുരശ്ര കിലോമീറ്റർ. 3863 ചതുരശ്ര കിലോമീറ്റർ. 38863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തൃതി. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? വനമേഖലയുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകൾ വ്യാപിച്ച് കിടക്കുന്നു ചോദിച്ചെന്ത് പറയാം? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അല്ലേ? 2695 മീറ്റർ. ആനമുടി 2695 മീറ്റർ. നെക്സ്റ്റ്, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ എത്രയുണ്ട്? 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് എന്നാണ്? സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് എന്നാണ്? 2005 ജൈവവൈവിധ്യ ബോർഡ് 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? മൺസൂൺ കാലം ജൂൺ സെപ്റ്റംബറാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം? കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 94. 1994 പാസ്സാക്കുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. റിപ്പീറ്റ് ക്വസ്റ്റ്യനാണിത്. 1921 അഖില കേരള അടിസ്ഥാനത്തുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ, ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോട് എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഋതുമതി നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രേംജി. ഋതുമതി പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? നിവേദനം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് ഏതാണിത്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് ശ്രീമൂലം തിരുനാൾ, മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മാരംകുളം ടു കുളത്തൂർ കുന്നിലേക്ക് അതാരായിരുന്നു ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ കുമാര ഗുരുദേവൻ. മാരംകുളം ടു കുളത്തൂർ കുന്ന് എന്ത് സമയം? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് നടത്തിയതാരായിരുന്നു? കുമാരഗുരുദേവൻ. ഇനിയും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വം നടത്തിയ ഉപസത്യാഗ്രഹം നടത്തിയ സ്ഥലം എവിടെ വെച്ചാണ് അദ്ദേഹം നടത്തിയത്? ആൻസർ പയ്യന്നൂർ അല്ലേ? കേളപ്പനോർക്ക് നോക്കുന്നറിയാം, പയ്യന്നൂർ എന്നറിയാം. നെക്സ്റ്റ്, 1904 അധസ്ഥിതർക്ക് വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1904 അധസ്ഥിതർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിച്ചതാണ് അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 41 മാർച്ച് 28. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്ന വർഷം. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയത് ആരാണ്? AK ഗോപാലൻ, AKG. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണിവിടെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ ഓപ്ഷൻ വായിച്ചിട്ട് വേണം ആൻസർ എഴുതാം. മൊത്തം ഓപ്ഷൻ വായിച്ചിട്ട് ആൻസർ അപ്പം മനസ്സിലാവുന്നുള്ളൂ. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് എന്താണ്?
ഓപ്ഷൻ സി ആണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ശ്രീലത പ്രസ്താവന. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ഡി വജാഹത്ത് ഹമീബുള്ള. ആ സമയത്തുള്ള നമുക്ക് പഠിക്കാം അല്ലേ, ആദ്യത്തേതാണത് അല്ലേ, ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എപ്പോഴും ഓർത്തിരിക്കാമല്ലോ, വജാഹത്ത് ഹമീബുള്ള എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ദേശീയ ഗീതം വന്ദേ മാതരം ഏത് കൃതിയാണ്? ആനന്ദമഠം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശങ്ങളിലെ, അതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൽ 10 പ്രാവശ്യം കൊണ്ട് എഴുതി മാറ്റി വെച്ചേക്കണം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? അവസര സമത്വം ഏത് വകുപ്പാണ്? 16-ാം വകുപ്പ്. അവസര സമത്വം 16-ാം വകുപ്പ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി ഭാഷയിൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയായവ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ഇത് മൗലിക അവകാശങ്ങൾ. പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മൗലിക അവകാശം അല്ലേ, 29 അല്ലേ അത് വരിക. ഓക്കെ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. മാംസഭുക്കുകൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പൽ അല്ലേ. കോമ്പലുണ്ടെങ്കിൽ നമുക്ക് കടിച്ചു കീറാം കോമ്പൽ കൊണ്ട്. ശരീരത്തിലെ പുലി അല്ലെങ്കിൽ അല്ലേ സിംഹത്തിനെയൊക്കെ ഓർക്കുക, അവരുടെ പല്ല് നമുക്ക് കോമ്പലിലാണ് തെറിച്ചും ഇങ്ങനെ കാണുക. അപ്പോൾ അത് ഓർത്താൽ നമുക്ക് എഴുതാൻ പറ്റും. ശരീരത്തിലെ പല്ലിങ്ങനെ തുറക്കുന്നുണ്ട്, കാണത്തില്ലേ? സിംഹം ഇങ്ങനെ വാ തുറക്കുകയല്ല, പുലി വാ തുറക്കുമ്പോൾ അവരുടെ പല്ലിങ്ങനെ വരുന്നില്ല, കടിച്ചു കീറാൻ വരുമ്പോൾ. അപ്പോൾ ആ കോമ്പൽ, നീളമുള്ള പല്ല് അല്ലേ, അതാണ് കോമ്പൽ. നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? പ്രധാന വിസർജന അവയവം വൃക്ക. ഇവിടെ കൊടുത്തേക്കുന്നതിൽ അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. അസ്കോർബിക് അമ്ലം ഏതാണ്? ജീവകം സി. അസ്കോർബിക് അമ്ലം ജീവകം സി. ഇത് പഠിച്ചിരുന്നത് റെറ്റിനോൾ പഠിച്ചില്ലേ? ജീവകം എ ചോദിച്ചിട്ടുണ്ടല്ലേ കുറച്ചു മുന്നേ. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യവകുപ്പ്. ആൻസർ ഏതാണ്? ഉഷസ് ആണ്. തൊണ്ടമുള്ളിന് കാരണമായ രോഗാണു, ഡിഫ്തീരിയ കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ്. താഴത്ത് നിന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല. ചണച്ചിലയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നും. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുമ്പോൾ കോന്നിയാണ്. ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മേധാ പട്കർ. പരിസ്ഥിതി ശാസ്ത്രം മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ്. ഹരിതഗൃഹ വാതകങ്ങൾ CO2 കൂടുമ്പോഴാണ് ചൂട് കൂടുക അല്ലേ, അപ്പോഴാണ് ആഗോളതാപനം എന്നൊക്കെ പറയുക. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. ആൻസർ എന്താണ്? അമോണിയം ക്ലോറൈഡ്. മനുഷ്യരീരത്തിൽ ആഹാരം ഏത് വാതകവും പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാകുന്നത്? വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്? ഏതാണിത്? ഓക്സിജൻ അല്ലേ. എങ്ങനെയെന്നായിരിക്കും? ആണോ? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലേ, ലങ്സ് ചെല്ലുന്നു, അവിടെ ബ്ലഡ് ഉണ്ട് അല്ലേ, ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായി ഓക്സിജൻ ചേരുന്നു, ഹീമോഗ്ലോബിനാകുന്നു. അത് ഓരോ കോശങ്ങളിലും നമുക്ക് ബ്ലഡ് തന്നെ കൊണ്ടെത്തിക്കുന്നു. ബ്ലഡ് വെസൽസ് വഴി, വലിയ ബ്ലഡ് വെസൽസ് വഴി ബാക്കി ചെറുതെന്താവുക, ധമനികൾ പിരിഞ്ഞ് ലോമികകളാകുന്നുണ്ട്. അത് ഓരോ അവയവങ്ങളിലേക്ക്, ഓരോ കോശങ്ങളിലേക്കും ഇങ്ങനെ ചെല്ലും. ആ കോശങ്ങളിൽ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അവിടെ മൈറ്റോകോൺട്രിയാസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തൊരു സാധനമൊക്കെയുള്ള സാധനം കാണത്തില്ലേ, മൈറ്റോകോൺട്രിയ. ഇതിനകത്തുണ്ട്. അതിനകത്ത് വെച്ച് എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേഷൻ നടക്കും അല്ലേ. അതിനകത്ത് വെച്ചാണ് എനർജി ഉൽപ്പാദിപ്പിക്കുക, മീൻസ് ATP ഉൽപ്പാദിപ്പിക്കുക, ഊർജ്ജം ഉണ്ടാകുന്ന. അങ്ങനെയാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ അതിന് കോശത്തിനകത്തേക്ക് ഹീമോഗ്ലോബിൻ കയറുന്നു അല്ലേ.
അപ്പോൾ ഓക്സിജൻ മാത്രമേ കയറുന്നുള്ളൂ, ബാക്കി ഡിയോക്സിജൻ കൂടി തിരിച്ച് പോരുക ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് പോരും. ഓക്സിജൻ അകത്തേക്ക് ഇതിൻ്റെ കുറച്ച് സ്ഥലം വഴി അകത്ത് കയറുന്നു, മൈറ്റോകോൺട്രിയ ചെല്ലുന്നു. അവിടെ നിന്ന് എന്താണ് പ്രിപ്പറേഷനിൽ ആഹാരം സംഭവിക്കുന്നത്. നമ്മുടെ ഫുഡ് മോളിക്യൂൾസും, അതായത് നമ്മൾ കഴിച്ച ഗ്ലൂക്കോസും ഈ ഓക്സിജനും ഒക്കെ വെച്ചിട്ട് വിഘടിച്ച് എന്തുണ്ടാകുന്നുണ്ട്, ATP അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്ന സംഭവം, അതാണ്. ഓക്കെ, ഇനി ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. തെളിഞ്ഞുണ്ടാകുമ്പോൾ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിട്ടുള്ള മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതല്ല? ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതല്ല? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1 2 മീൻസ് ഹൈഡ്രജനും കാർബൺ അല്ലേ. മാംസം എന്ന് പറയുമ്പോഴും കാർബണ്, ഹൈഡ്രജന്, ഓക്സിജൻ, നൈട്രജനും കൂടെ ചേരുന്നതാണ് അത് മാംസ്യം അല്ലേ. പൊതുവായി കാർബണും ഹൈഡ്രജനും ഉണ്ട്. നെക്സ്റ്റ്, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതായിരിക്കും? മഞ്ഞയാണ്. താഴ്ത്തിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏതാണ്? കർഷണബലമാണ് സമ്പർക്കബലം അല്ലേ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വികിരണമാണ്. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഏത് വസ്തുവിൻ്റെ ഭാരമാണ് 0 ആയിരിക്കും? നമുക്ക് എന്ത് പറയാം? ആൻസർ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. 10 / 1/3 + 60 × 1/2 എത്രയായിരിക്കും ചോദിച്ചാൽ ആൻസർ ഇവിടെ ഓപ്ഷൻ എ 60 ആണ്. 1 3 7 13 21 സംഖ്യാ ശ്രേണിയുടെ അടുത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 31 ആണ്. 1 + 2 + 3 + 4 + ഡാഷ് +100 എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ ബി 50 ആണ്. അപ്പോൾ ഇത്രയും കൊണ്ട് 2 ഇതിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. LGS ക്വസ്റ്റ്യൻസിനായാലും മറ്റ് ഇതിനായാലും നമുക്ക് വേഗം നെക്സ്റ്റ് പ്രിലിംസിനും ഒരുപാട് തയ്യാറെടുക്കുന്നുണ്ടാവും ആൾക്കാരൊക്കെ. അപ്പോൾ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്യാം. ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ പ്രാവശ്യം കാണുന്നതാണല്ലോ. LGSൻ്റെ പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ LDCക്കും ഇതിൽ നിന്നുള്ള പ്രിലിംസ് എന്നുള്ള ക്വസ്റ്റ്യൻസും LGS എന്നുള്ള ക്വസ്റ്റ്യൻസ് വരെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ വളരെ ഗുണമുണ്ട്. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ഒരു റാങ്ക് ഫയലോ എന്തെങ്കിലും നമ്മൾ അല്ലെങ്കിൽ കിട്ടാവുന്ന എന്തെങ്കിലും നോട്ട്സുകളൊക്കെ വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് മീ. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യണം. താങ്ക് യു.